നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിരന്തരം ചിന്തകളുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്. ഇതാണ് നമ്മുടെ മനസ്സിൽ ഒരു സംസ്കാരത്തെ ഉണ്ടാക്കുന്നത്. എപ്പോഴും നമ്മൾ കോപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോപം നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഇത് നമ്മുടെ സംസ്കാരമായിട്ട് തീരും. നമ്മൾ കോപിക്കുമ്പോൾ ശാന്തത നമ്മൾ അനുഭവിക്കുന്നില്ല. അവിടെ ഉത്കണ്ഠകൾ നിറയുകയാണ് ചെയ്യുന്നത്. ഉത്കണ്ഠകൾ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ മനസ്സിനെ മാത്രമല്ല അത് സ്വാധീനിക്കുന്നത്, ശരീരത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാകുന്നതിന് കാരണം ശരിയായ രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ ശീലങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. അതായത് നമ്മുടെ കോപങ്ങൾ, വിദ്വേഷം, വെറുപ്പ്, അസൂയ, ഇത് നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് സമാധാനപ്പെടാൻ കഴിയില്ല. കോപം, വിദ്വേഷം, വെറുപ്പ്, അസൂയ അത് സ്വാഭാവികമായിട്ട് വരും. അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ കരുണ, സ്നേഹം, സഹനം, ക്ഷമ ഇതെല്ലാം ഉണ്ട്. അതിനെ ബോധപൂർവം ഉണർത്താനും വളർത്താനും പരിപാലിക്കാനുമുള്ള ആ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ തണലിൽ നമുക്ക് വിശ്രമിക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഒരു തീരുമാനം നമ്മൾ എടുക്കണം, ഇതിനെ ഉണർത്താനും വളർത്താനും പരിപാലിക്കാനുമായിട്ട്. ഓരോ തുള്ളി വെള്ളവും ഒരു പാത്രത്തിൽ വന്ന് വീണ് അത് നിറയുന്നത് പോലെ ഓരോ ദിവസവും നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കും. നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ